നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കില്ല. എന്തുകൊണ്ടാണ് സർവീസ് റോഡ് തകർന്നതെന്ന് ഹൈക്കോടതി. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സുകളുടെ മുകളിൽ മരം വീണു. തിങ്കളാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു സംഭവം. മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിന് സമീപത്തായി ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. സ്കൂൾ ബസ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചുകയറി അപകടം. ചെറുവാൾ പാഴായി റോഡിൽ തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ 16 വയസ്സുകാരനെ ആക്രമിച്ച കുപ്രസിദ്ധ ഗുണ്ടയുൾപ്പെടെ 2 പേർ പിടിയിൽ. ചാലക്കുടി ജലസേചന പദ്ധതിയിലെ വലതുകര കനാലിന്റെ ശാഖയായ മറ്റത്തൂർ കനാൽ കാടുമൂടുന്നു. വാർത്തകൾ വിശദമായി. പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കില്ല. എന്തുകൊണ്ടാണ് സർവീസ് റോഡ് തകർന്നതെന്ന് ഹൈക്കോടതി. പാലിയേക്കരയിൽ ഇന്ന് ടോൾ പിരിവ് പുനരാരംഭിക്കില്ല. ദേശീയപാതയിൽ മുരിങ്ങൂരിൽ സർവീസ് റോഡ് തകർന്നെന്നും ഗതാഗതത്തെ ബാധിച്ചെന്നും ഹർജിക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണിത്. മുരിങ്ങൂരിൽ സർവീസ് റോഡ് തകർന്നത് തൃശൂർ കളക്ടർ കോടതിയെ ധരിപ്പിച്ചു. എന്തുകൊണ്ടാണ് സർവീസ് റോഡ് തകർന്നതെന്ന് ഹൈക്കോടതി ആരാഞ്ഞു. പൊതുജനം ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വരരുതെന്നും കോടതി. ടോൾ പിരിവ് ഇന്നു മുതൽ അനുവദിക്കുമെന്നും ഇത് സംബന്ധിച്ച ഉത്തരവിടുമെന്നും ഹൈക്കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഉത്തരവിടുന്നത് ഹൈക്കോടതി വ്യാഴാഴ്ചത്തേക്ക് മാറ്റി. മുരിങ്ങൂരിൽ പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി കളക്ടർക്ക് നിർദ്ദേശം നൽകി. കളക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം തീരുമാനമെന്ന് കോടതി. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സുകളുടെ മുകളിൽ മരം വീണു. തിങ്കളാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു സംഭവം. സ്റ്റാൻഡിന്റെ ഒരു വശത്ത് നിർത്തിയിട്ടിരുന്ന 2 ഓർഡിനറി ബസ്സിലേക്കാണ് മരം വീണത്. സ്റ്റാൻഡിന്റെ കോമ്പൗണ്ടിൽ നിന്ന് മല്ലിമരത്തിന്റെ ഒരു ഭാഗം ബസ്സുകളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. ബസ്സുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞ ദിവസം സർവീസ് നടത്തിയ ശേഷം നിർത്തിയിട്ട ബസ്സുകളായിരുന്നു ഇവ. ഈ സമയത്ത് യാത്രക്കാരും ജീവനക്കാരും ഇല്ലാതിരുന്നത് അപകടമൊഴിവാക്കി. പുതുക്കാട് നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് മരം മുറിച്ചു നീക്കിയത്. മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിന് സമീപത്തായി ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. മുരിങ്ങൂരിൽ നിന്ന് കൊരട്ടിക്ക് പോകുന്ന ഭാഗത്തുള്ള ലക്ഷ്മി നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് മുൻവശമാണ് മണ്ണിടിഞ്ഞ് റോഡ് തകർന്നത്. സൈഡ് ഭിത്തിക്കായി കുഴിയെടുത്ത ഭാഗത്താണ് ഇന്ന് രാവിലെ 7 മണിയോടെ ഏകദേശം 10 അടിയോളം മണ്ണിടിഞ്ഞ് റോഡ് താഴേക്ക് പോയത്. ഇതോടെ ദേശീയപാതയിൽ ഗതാഗതം ഒറ്റവരിയായി. റോഡിനരികിലായുള്ള കാനയുടെ കോൺക്രീറ്റ് സ്ലാബിന് മുകളിലൂടെയാണ് ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ നിലവിൽ പോകുന്നത്. പ്രദേശത്ത് ഇന്ന് വെളുപ്പിന് പെയ്ത ശക്തമായ മഴയാണ് മണ്ണിടിച്ചിലിന് കാരണമെന്നാണ് അധികൃതർ പറയുന്നത്. സംഭവം നടക്കുന്ന സമയത്ത് റോഡിൽ വാഹനങ്ങൾ ഇല്ലാഞ്ഞതിനാൽ അപകടമൊഴിവായി. സ്കൂൾ ബസ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു കയറി അപകടം. ചെറുവാൾ പാഴായി റോഡിൽ തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. നന്ദിക്കര സർക്കാർ സ്കൂളിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. എതിർവശത്തു നിന്നും അമിത വേഗതയിലെത്തിയ ബസ്സിന് സൈഡ് കൊടുക്കാൻ വേണ്ടി ഒതുക്കിയപ്പോൾ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് സമീപത്തെ വൈദ്യുതി പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബസ്സിൽ കുട്ടികൾ ഇല്ലാത്തതിനാൽ വൻ അപകടം ഒഴിവായി. അപകടത്തിൽ പോസ്റ്റ് ഒടിഞ്ഞ് ബസ്സിന് മുകളിൽ വീണു. അപകടത്തെ തുടർന്ന് ഭാഗികമായി ഗതാഗത തടസ്സം നേരിട്ടു. KSEB അധികൃതർ സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ തൃശൂർ റോഡിൽ പോകുന്ന ബസ്സുകൾ വഴിതിരിച്ച് പാഴായി വഴിക്കാണ് പോകുന്നത്. ഈ റൂട്ടിലെ ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാണ്. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ 16 വയസ്സുകാരനെ ആക്രമിച്ച കുപ്രസിദ്ധ ഗുണ്ടയുൾപ്പെടെ 2 പേർ പിടിയിൽ. മുരിയാട് സ്വദേശിയായ 16 വയസ്സുകാരനെ മുൻ വൈരാഗ്യത്താൽ പൂവശ്ശേരി അമ്പലത്തിനടുത്തുള്ള റോഡിൽ കാറിലെത്തി തടഞ്ഞ് മർദ്ദിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ പ്രതികളായ നെല്ലായി ആലത്തൂർ ദേശത്ത് പേരാട്ട് വീട്ടിൽ ഉജ്ജ്വൽ, മുരിയാട് ദേശത്ത് കുഴിമടത്തിൽ വീട്ടിൽ അദ്വൈത് എന്നിവരെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഉജ്ജ്വലിന് കൊടകര, ചാലക്കുടി പോലീസ് സ്റ്റേഷനുകളിലായി 3 വധശ്രമ കേസുകളും അടിപിടി കേസും കഞ്ചാവ് ഉപയോഗിച്ച കേസുമടക്കം 10 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്.
2024 കാപ്പ പ്രകാരം 6 മാസത്തേക്ക് നാടുകടത്തൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ള ആളുമാണ്. ചാലക്കുടി ജലസേചന പദ്ധതിയിലെ വലതുകര കനാലിന്റെ ശാഖയായ മറ്റത്തൂർ കനാൽ കാട് മൂടുന്നു. കനാലിനുള്ളിൽ വയൽച്ചുള്ളി ഇനത്തിലുള്ള മുൾച്ചെടികളാണ് മറ്റത്തൂർ കനാലിനെ ശോച്യാവസ്ഥയിലാക്കിയത്. കനാലിൽ നീരൊഴുക്കിന് തടസ്സം വരുന്ന വിധത്തിൽ വളർന്നു നിന്ന പാഴ്ചെടികളും ചണ്ടികളും കഴിഞ്ഞ വർഷം തൊഴിലുറപ്പ് തൊഴിലാളികളെ നിയോഗിച്ച് വൃത്തിയാക്കിയിരുന്നു. എന്നാൽ മഴക്കാലമായതോടെ കനാൽ വീണ്ടും കാടുമൂടിയ നിലയിലായി. ഇരുവശത്തുമുള്ള കനാൽ ബണ്ട് റോഡുകളിലും പുല്ലും പാഴ്ചെടികളും നിറഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയാണ്. ഇഴജന്തുക്കളും തെരുവ് നായ്ക്കളും വിഹരിക്കുന്നതിനാൽ ബണ്ട് റോഡിലൂടെയുള്ള യാത്ര സുരക്ഷിതമല്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. കനാലിൽ പലയിടത്തും മാലിന്യം നിറഞ്ഞുകിടക്കുന്നതും ജനങ്ങൾക്ക് ദുരിതമായിട്ടുണ്ട്. ചാലക്കുടി ജലസേചന പദ്ധതിയിലെ വലതുകര മെയിൻ കനാലിന്റെ ശാഖയായ മറ്റത്തൂർ കനാലിന് 18 കിലോമീറ്റർ നീളമാണുള്ളത്. കോടശ്ശേരി പഞ്ചായത്തിലെ മാരാങ്കോടിൽ നിന്ന് ആരംഭിച്ച് മറ്റത്തൂർ പറപ്പുക്കര പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള മറ്റത്തൂർ പടിഞ്ഞാറ്റുമുറി ചോങ്കുളത്തിൽ അവസാനിക്കുന്ന കനാലിലും കനാൽ ബണ്ടുകളിലും പാഴ്ചെടികൾ വളർന്നു നിൽക്കുകയാണ്. വിസ്തൃതമായ മറ്റത്തൂർ പഞ്ചായത്തിന്റെ പകുതിയോളം പ്രദേശങ്ങളിൽ വേനൽക്കാലത്തെ ജലസേചനത്തിന് വെള്ളമെത്തുന്നത് ഈ കനാലിലൂടെയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ തൊഴിലുറപ്പ് തൊഴിലാളികളെ നിയോഗിച്ച് ഇത്തവണയും കനാലും കനാൽ ബണ്ടുകളും വൃത്തിയാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യമുയരുന്നത്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 40 രൂപ കൂടി ഗ്രാമിന് 10,320 രൂപ, പവന് 82,560 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലിയേക്കരയിൽ ടോൾ പിരിവ് പുനരാരംഭിക്കില്ല. എന്തുകൊണ്ടാണ് സർവീസ് റോഡ് തകർന്നതെന്ന് ഹൈക്കോടതി. പുതുക്കാട് KSRTC സ്റ്റാൻഡിൽ നിർത്തിയിട്ട ബസ്സുകളുടെ മുകളിൽ മരം വീണു. തിങ്കളാഴ്ച രാവിലെ 7:30യോടെയായിരുന്നു സംഭവം. മുരിങ്ങൂരിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിന് സമീപത്തായി ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു. സ്കൂൾ ബസ് വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു കയറി അപകടം. ചെറുവാൾ പാഴായി റോഡിൽ തിങ്കളാഴ്ച രാവിലെ 8 മണിയോടെയായിരുന്നു അപകടം. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ 16 വയസ്സുകാരനെ ആക്രമിച്ച കുപ്രസിദ്ധ ഗുണ്ടയുൾപ്പെടെ 2 പേർ പിടിയിൽ. ചാലക്കുടി ജലസേചന പദ്ധതിയിലെ വലതുകര കനാലിന്റെ ശാഖയായ മറ്റത്തൂർ കനാൽ കാടുമൂടുന്നു. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംരക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.